അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മോഹനന്റെ വീട് സന്ദർശിക്കാനെത്തിയ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹനം കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടു. ഇന്നലെ രാത്രി വാഴച്ചാൽ ഗസ്റ്റ് ഹൗസിൽ പോകും വഴി ചാർപ്പ ഭാഗത്ത് വെച്ചാണ് മന്ത്രിയുടെ വാഹനം കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. അതിനിടെ അതിരപ്പള്ളി വൈശ്ശേരിയിൽ ഇന്നും കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരിച്ച മോഹനന്റെ വീടിന് സമീപത്ത് പുലർച്ചെയാണ് ആന ഇറങ്ങിയത്. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. ആദ്യം ഒന്ന് ദൃശ്യങ്ങൾ കണ്ടുവരാം. വളരെ സീരിയസ് ആയിട്ട് ഇവിടുത്തെ ഈ വിഷയം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അഡ്രസ് ചെയ്യാനും ഈ പ്രദേശങ്ങളിൽ തന്നെ ആനയുടെ സ്ഥിരം സാന്നിധ്യമുണ്ട്. അന്നേരം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രദേശത്ത് ഫോറസ്റ്റിൻ്റെയിൽ തെർമൽ ഇമേജിങ്ങുള്ള രാത്രി ഉപയോഗിക്കുന്ന ഡ്രോൺ ഇല്ല എന്ന് ഇന്ന് രാവിലെ അറിഞ്ഞു. അതടക്കം അവൈലബിൾ ആക്കിയിട്ട് ഇവിടുത്തെ ആനയുടെ സാന്നിധ്യം ഈ സമയം കൊണ്ട് പഠിച്ച് ഇത് കാട്ടിലേക്ക് അയക്കാനുള്ള ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ഇത് അങ്ങനെ തീരുമാനം. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, അവിടെയുള്ള ഒരു പ്രശ്നത്തിന്റെ ഗൗരവാവസ്ഥ അത് എന്തായാലും മന്ത്രിക്ക് കൂടി മനസ്സിലായി. ഇനിയിപ്പോൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടി ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം മന്ത്രിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഇനി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ശ്യാമിലെ, അതിരപ്പള്ളിയുടെ വന്യജീവി മനുഷ്യ സംഘർഷ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇപ്പോൾ തൃശൂർ ചാലക്കുടിയിലെ PWD റെസ്റ്റ് ഹൗസിൽ ഇപ്പോൾ മന്ത്രിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗം ചേരുകയാണ്. യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് അതിരപ്പള്ളി വാഴച്ചാൽ പറമ്പിക്കുളം വനമേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനൊപ്പം തന്നെയാണ് ഈ പ്രശ്നത്തിന്റെ ഗൗരവം മന്ത്രി നേരിട്ട് തിരിച്ചറിയുന്നുണ്ട് എന്ന് അദ്ദേഹം ഇന്ന് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട മോഹനന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. ഈ പ്രദേശത്ത് ആന ഇറങ്ങിയ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തിയതിനു ശേഷം നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്. ഇന്നലെ മന്ത്രി തൃശൂരിലേക്ക് അതിരപ്പള്ളിയിലേക്ക് വരുന്ന വഴി വനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാട്ടാന അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിൽ പെടുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആനയെ തിരികെ കയറ്റുകയും ചെയ്തു. അത്തരത്തിൽ ഒരു ദിവസം മാത്രം വന്നപ്പോൾ നേരിട്ട ബുദ്ധിമുട്ട് മന്ത്രിക്ക് നേരിട്ട് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് നടത്തിയ പ്രതികരണത്തിൽ ഈ പ്രദേശവാസികളാകെ ഈ വനയോര ജനങ്ങളാകെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായത്. സംസ്ഥാനത്തെ വന്യജീവി മനുഷ്യ സംഘർഷ പ്രശ്നങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമൊക്കെയായി ചേരുന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ 100 ദിന കർമ്മ പരിപാടി കൂടി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ വരുന്ന 5-ാം തീയതിയായോ അത് സംബന്ധിച്ചിട്ടുള്ള നിർണായക തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിരപ്പള്ളിയിലെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിരപ്പള്ളിയിൽ വനംവകുപ്പിന്റെ അടക്കം ഭാഗത്തു നിന്നും പലതരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നും മന്ത്രി തുറന്നു സമ്മതിച്ചു. ത്രിതല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സുരക്ഷാ നടപടികളെക്കുറിച്ചാണ് അതിരപ്പള്ളിയിൽ ആലോചിക്കുന്നത്. 30 കിലോമീറ്റർ ദൂരത്തിൽ അടിയന്തരമായി അടിക്കാട് വെട്ടി ഇന്ന് തന്നെ ആ നടപടികളിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം നൽകിയതായി രാവിലെ നടത്തിയ പ്രതികരണത്തിൽ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അവർ നേരിടുന്ന ഭീതിയും ആശങ്കയും എത്രത്തോളം വലുതാണ് എന്നുള്ളത് തങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു 15 ദിവസം കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ല. പക്ഷേ മുൻ സർക്കാരുകളെ തന്നെ ആ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. സർക്കാരുകൾ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. അത് വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ആതിരപ്പള്ളി ജനങ്ങളുടെ ഈ വെറ്റിലപ്പാറ വൈശ്ശേരിയിലെ ജനങ്ങൾ മന്ത്രിയെ നേരിട്ട് കണ്ട് ഒട്ടേറെ പരാതികൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ആ പരാതികൾക്ക് പരിഹാരമുണ്ടാകാൻ എല്ലാവിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. മറ്റൊന്ന്, ഈ ആക്രമണം ഉണ്ടാക്കിയ ആനകൾ, ഒന്നിലധികം ആനകൾ ആ പ്രദേശത്തേക്ക് സ്ഥിരമായി എത്തുന്നുണ്ട്. ഈ ആക്രമണം ഉണ്ടാക്കി ഒരു മനുഷ്യജീവൻ കവർന്ന ആനയെ കണ്ടെത്തി ഈ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ അടക്കം ചില നിയമങ്ങൾ തടസ്സമായതിനുണ്ട്. എങ്കിൽ പോലും അത്തരം നടപടികളിലേക്ക് കടക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും മന്ത്രിയുടെ സന്ദർശനം പ്രദേശവാസികൾക്ക് ഒരു നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ പോലും ഈ പ്രദേശത്തേക്ക് ആന എത്തി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി എത്തിയ ആനയുടെ ആക്രമണത്തിലാണ് വൈശ്ശേരി സ്വദേശിയായിട്ടുള്ള മോഹനൻ മരിച്ചത്. പക്ഷേ ഇന്നും അതിനുശേഷം വീണ്ടും പ്രദേശത്തേക്ക് ആന എത്തിയത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതും. ശ്യാമലി.